ഞാനിന്ന് വന്നിട്ടുള്ളത് അരുക്കുറ്റിക്കടുത്തുള്ള കുടപ്പുറം എന്ന സ്ഥലത്താണ്. ഈ പോകുന്നതാണ് നാസർ, ഓർഗാനിക് കേരളയുടെ ടെക്നിക്കൽ അഡ്വൈസർ. ഇദ്ദേഹത്തിൻ്റെ ഒരേക്കർ പുരയിടത്തിൽ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉണ്ട്. വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനും അതുവഴി പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുവാനും ഇദ്ദേഹവും ഓർഗാനിക് കേരള ഘടകവും അതിൻ്റെ മെമ്പർമാരും എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ്. ഈ വിളഞ്ഞു കിടക്കുന്ന വെള്ളരിയും പീച്ചിൽ, വെണ്ട, മുളക്, പാവൽ, പപ്പായ, റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ തുടങ്ങിയ ഒരു വീട്ടിലേക്കെന്നല്ല നാട്ടിലേക്ക് വരെ കടന്നു ചെല്ലുന്നു അദ്ദേഹത്തിൻ്റെ വിളകൾ. വീട്ടിലേക്കുള്ള ആവശ്യം കഴിഞ്ഞാൽ ആഴ്ചയിൽ 100 കിലോയോളം മുകളിൽ പച്ചക്കറികൾ ഓർഗാനിക് കേരള വഴിയും അല്ലാതെയും വിപണിയിലെത്തുന്നു. ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു വിളവുണ്ടാക്കലല്ല. എന്തെങ്കിലും ഒരു വിളവുണ്ടാക്കുക, അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിഷരഹിത ഭക്ഷണം ഉണ്ടാക്കുക, അതൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ അകത്തുള്ള കേവല ആശയങ്ങളല്ല. പ്രകൃതിയുമായ ഒരു കൊടുക്കൽ വാങ്ങലാണ്. നേച്ചറുമായി നമ്മൾക്ക് കൊടുക്കൽ വാങ്ങൽ നടത്താവുന്ന ഒരേ ഒരു സെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഗ്രികൾച്ചർ മാത്രമാണ്. യാതൊരുവിധ കീടനാശിനികളും ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്ന അദ്ദേഹം കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞങ്ങളുടെ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു നല്ല കാര്യം നല്ല ഭക്ഷണമാണ്, നല്ല ആരോഗ്യമെന്നാണ്. ആൾക്കാരെല്ലാം ചോദിക്കുന്ന ഇതുണ്ട്, ഇതിനൊക്കെ വളം വേണ്ടേ, ഇതൊക്കെ എങ്ങനെയാണ് ഈ ജൈവവളം ഇത് ചെയ്യുന്നത്? നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന്, എനിക്ക് പശു ഉണ്ടായിരുന്നു, ഇല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഒരു പൊട്ട ചാണകം എടുക്കും. ആ ചാണകം പുളിപ്പിക്കും, ഫെർമെൻറ്റ് ചെയ്യും. വളക്കൂറുള്ള മണ്ണിനെ ജൈവാംശ സാന്ദ്രമാക്കി ഫലഭൂയിഷ്ടമാക്കാനായിട്ട് ഇത്തരം സോയിൽ സ്റ്റിമുലിയൻറ്റുകൾ, ഇതേപോലെ ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ പുള്ളിയെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് വിചാരിച്ചാൽ തന്നെ നല്ലൊരു മനുഷ്യസ്നേഹി, നല്ലൊരു സൽക്കാരപ്രിയൻ, യാതൊരുവിധ പരിഭവങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അഗ്രികൾച്ചർ വരുമാനമാണ്, എൻ്റെ ഹെൽത്താണ്, എൻ്റെ പോഷകശോഷണമാണ്, ഒപ്പം എൻ്റെ പരിസ്ഥിതി സംരക്ഷണമാണ്, എൻ്റെ മണ്ണിൻ്റെ ആരോഗ്യമാണ്. അപ്പോൾ കൃഷി ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഈ വിളകളൊക്കെ ഓർഗാനിക് കേരളയുടെ കീഴിൽ കാക്കനാടുള്ള ഓണം പാർക്കിൽ എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ചയും 3-ാമത്തെ ശനിയാഴ്ചയും നിങ്ങൾക്ക് ലഭ്യമാണ്.